ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ ഒരു ഡിഫറൻസിയേഷനെ ബേസ് ചെയ്തിട്ട് റൂളാണ് നമ്മൾ നോക്കുന്നത്. 8 റൂളുണ്ട് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൂൾ 1, ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ആണ് ഫസ്റ്റ് റൂളിൻ്റെ പേര്. ഇഫ് സി ഈസ് എ കോൺസ്റ്റൻറ്റ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സി ഈക്വൽ ടു 0. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണെന്ന് നമുക്കറിയാം. ദെൻ അതിൻ്റെ പ്രൂഫ്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് നമ്മൾ സീനെ എടുത്തു. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ദ ഫംഗ്ഷൻ ഹൂസ് ഔട്ട്പുട്ട്സ് have the constant value c. Then for any real number delta x, f of x plus delta x equal to c and so f dash. അതായത് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് നമ്മളെടുത്തത് സി എന്നാണ്. ഇതിലിപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എടുത്താലും നമുക്ക് എന്തേ വരുള്ളൂ, സി തന്നെ വരുള്ളൂ. കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സോ ഇനി വൈ പ്ലസ് ഡെൽറ്റ എക്സോ എന്തെടുത്താലും അത് എന്തേ വരുള്ളൂ, കോൺസ്റ്റൻ്റ് വരുള്ളൂ. സോ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തു. ഡിഫറൻസിയേഷൻ്റെ ഡെഫിനേഷൻ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പറഞ്ഞാൽ എന്താ, സി ആണ്, മൈനസ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ സി ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. സി മൈനസ് സി പറഞ്ഞാൽ 0. സോ 0 ബൈ ഡെൽറ്റ എക്സ് പറഞ്ഞാൽ 0. നമ്മുടെ ഫൈനൽ ആൻസർ എന്തും 0. അപ്പോൾ നമ്മൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് സി ഈക്വൽ ടു 0. Then next, rule 2, power rule for positive integers. Positive integers in the power rule. If n is a positive integer, then for any real number x, d by dx of x raised to n equal to n x raised to n minus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. In other words, if f of x equal to x raised to n, f dash of x equal to n x raised to n minus 1. ഇങ്ങനെയും നമുക്ക് പറയാം, ഇങ്ങനെയും പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക, 2x raised to 2 minus 1. ദാറ്റ് ഈസ് 2x. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഇൻ ജനറൽ കേസിൽ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. Let f of x equal to x raised to n, then f of x plus delta x minus f of x equal to, നമുക്ക് എന്ത് വരും, ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ എന്ന് വരും. ഓക്കെ, വി നോ ദാറ്റ് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ ആൻഡ് ഫോർ എനി two real number a and b, a raised to n minus b raised to n equal to a minus b into a raised to n minus 1 plus a raised to n minus 2 b plus etc. plus a b raised to n minus 2 plus b raised to n minus 2 plus b raised to n minus 1. ഇതൊരു റൂളാണ്, ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ എന്നും ബി എന്ന് പറഞ്ഞാൽ എക്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഫോർ ഓൾ ഡെൽറ്റ എക്സ് വിത്ത് ഡെൽറ്റ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ വരികയെന്ന് നോക്കാം. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ആ ഒരു റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഡിഫറൻസിയേഷൻ്റെ definition, f dash of x equal to f of x plus delta x minus f of x divided delta x എന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. നമ്മളെന്താ റൂള് പറഞ്ഞത്, എ മൈനസ് ബി ഇൻറ്റു എ റേസ് ടു n minus 1, a raised to n minus 1 plus a raised to n minus 2 b plus etc. plus a b raised to n minus 2 plus b raised to n minus 1. അപ്പോൾ ഇവിടെ എയുടെ സ്ഥലത്ത് കിടക്കുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ ആണ്. സോ എ മൈനസ് ബി ഉണ്ട്, അതായത് ഫസ്റ്റ് എ മൈനസ് ബിനെ നമ്മൾ പുറത്തെടുക്കുക. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ്. സോ എക്സും എക്സും ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ എന്ത് വന്നത്, ഡെൽറ്റ എക്സ് വന്നത്. ദെൻ എ റേസ് ടു എൻ മൈനസ് 1, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് 2 ബി, ബിയുടെ സ്ഥലത്ത് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ബാക്കിയുള്ള ടേംസ് നമ്മൾ എഴുതി.
ഇനി യൂസിങ് റീപ്ലേസ്മെൻറ്റ് റൂൾ ആൻഡ് എക്സ്റ്റെൻഡഡ് അഡീഷൻ റൂൾ ലിമിറ്റ്സ് വി ഗെറ്റ്, അതായത് നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ്. ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് ആണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. ഇനി ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇതെന്ന് കിട്ടിയത്. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു n മൈനസ് 2 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു n മൈനസ് 1. നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് സെപ്പറേറ്റ് നമ്മൾ സം റൂൾ യൂസ് ചെയ്യില്ലേ. സം റൂൾ പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്ന് എഴുതും. അപ്പോൾ നമ്മൾ സം റൂൾ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു n മൈനസ് 1 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു n മൈനസ് 2 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സ് റേസ് ടു n മൈനസ് 1 ഓൾ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സിന് 0 കൊടുക്കുക. ഇവിടെ ഡെൽറ്റ എക്സിന് 0 കൊടുത്താൽ എന്ത് വരും, എക്സ് റേസ് ടു n മൈനസ് 1 വരും. ഇവിടെ ഡെൽറ്റ എക്സിന് 0 കൊടുത്താൽ എക്സ് റേസ് ടു n മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് വരും. എക്സ് റേസ് ടു n മൈനസ് 2 ഇൻറ്റു എക്സ് എന്നാണ് വരിക. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു n മൈനസ് 2 പ്ലസ് 1 വരും, അതായത് എക്സ് റേസ് ടു n മൈനസ് 1 വരും. ഓക്കെ, ഇനി പ്ലസ് എക്സെട്ര എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് വരും. ഓക്കെ, അങ്ങനെ n ടൈംസ് ഉണ്ടാവും, അതായത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇതെല്ലാം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n എക്സ് റേസ് ടു n മൈനസ് 1 ആയിരിക്കും എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. Then next rule 3, the constant multiple rule. If f of x is a differentiable function of x and c is a constant, then c f dash of x equal to c f dash of x, that is d by dx of c into f of x equal to c d by dx of f of x. ആണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ h of x equal to c into f of x എന്ന് എടുത്തു. where f of x is a differentiable function. f of x എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട് of x. then by the formal definition of derivatives and the basic properties of limits we get. അതായത് ഡെഫിനിഷൻ്റെ ഫോർമൽ ഡെഫിനിഷൻ, അതായത് ഇത് ഡെറിവേറ്റീവിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ h dash of x equal to limit delta x tends to 0 h of x plus delta x minus h of x divided delta x. ഇവിടെ h of x എന്ന് പറഞ്ഞാൽ എന്താ, c into f of x. സോ h of x plus delta x എന്ന് പറഞ്ഞാൽ എന്താവും, x plus delta x എന്ന് പറഞ്ഞാൽ c into f of x plus delta x. ദെൻ നമ്മൾ c into f of x plus delta x മൈനസ് c into f of x divided delta x. ഇനി ഇതിൽ രണ്ടിലും c കോമൺ ആണ്, സോ c നെ പുറത്തെടുത്തു. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. ഇനി ഇത്രയും ഭാഗം എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനാണ്. സോ ഇത്രയും ഭാഗം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനാണ്, സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് വരും. ഓക്കെ, therefore c f dash of x equal to c into f dash of x, that is d by dx of c into f of x equal to c into d by dx of f of x. ഈ ഒരു എഴുതിയത് തന്നെയാണ് ഡെറിവേറ്റീവ് d by d ലെബിനിസ് നോട്ടേഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സം റൂൾ. if f and g are differentiable functions of x, then their sum f plus g is differentiable at every point where f and g are both differentiable at such points. അതായത് എഫും ജിയും ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ സം എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും അറ്റ് എവറി പോയിൻറ്റ് വെർ എഫ് ആൻഡ് ജി ആർ ബോത്ത് ഡിഫറൻഷ്യബിൾ അറ്റ് സച്ച് പോയിൻറ്റ്. അതായത് എല്ലാ പോയിൻറ്റിലും എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ സമ്മും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാറ്. അതാണ് സം റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ദാറ്റ് മീൻസ് എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. പ്രൂവ് ചെയ്യാം. നമ്മൾ ഇവിടെ എന്തെടുത്തു, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണെന്ന് എടുത്തു. വേർ എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റൂൾ ഫങ്ഷൻസ് ഓഫ് എക്സ്. ദെൻ ഫോർ എനി എക്സ്, ഏത് എക്സ് എടുത്താലും ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് എന്നാണ്. സോ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കുക. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്
പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. സോ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എഫിൻ്റെ ടേമിനെ ഒരുമിച്ചിട്ട് എഴുതുക, ജീൻ്റെ ടേമിനെ ഒരുമിച്ച് എഴുതുക. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് വരും. ദെൻ എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ രണ്ട് ലിമിറ്റും എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സിന് പറഞ്ഞത് അത് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. സോ അതിന് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിക്കും. ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ജിൻ്റെ ആണ്. സോ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയും. ഹെൻസ് ലിമിറ്റ് ഓഫ് ദി കോഷ്യൻ്റ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾസോ എക്സിസ്റ്റ്. ദെർഫോർ എച്ച് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ്. എഫും ജിയും ഓൾറെഡി ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, എഫ് പ്ലസ് ജിയും ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി. സോ എച്ച് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ്. ദെൻ എച്ച് ഡാഷ് ഓഫ് എക്സ്, നമുക്ക് എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടെത്തേണ്ടത്. സോ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കണ്ടെത്തിയത്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്. അഡീഷൻ, അതായത് ലിമിറ്റിൻ്റെ അഡീഷൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണെന്നറിയാം, ഇതെന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് എക്സ് ആണെന്നറിയാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. ഇവിടെ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഓൾ ഡാഷ് എന്നാണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഓൾ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. നമ്മൾ ജനറലായിട്ട് എഴുതി. ഓക്കെ.